നമസ്കാരം. സുപ്രധാനത്തിലേക്ക് സ്വാഗതം. ഞാൻ സുഷമ. സുപ്രധാനം ഈ വാരം ആദ്യം പങ്കുവയ്ക്കുന്നത് തലസ്ഥാന നഗരിക്ക് പുതിയ മുഖം നൽകുവാൻ പോകുന്ന ഒരു വാർത്തയുമായാണ്. തലസ്ഥാനം പുതിയ ഗിയറിലേക്ക്. തിരുവനന്തപുരം കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. തലസ്ഥാന നഗരിയുടെ സമഗ്രമായ മുഖഛായ മാറ്റുന്ന തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന് ഇപ്പോൾ തത്വത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം ഒരു മെട്രോ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. പദ്ധതിയുടെ പ്രധാന സവിശേഷതകളിലേക്ക് കടക്കാം. 31 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 27 സ്റ്റേഷനുകളുള്ള പാതയാണ് ആദ്യഘട്ടത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. പാപ്പനംകോട് മുതൽ ഈഞ്ചയ്ക്കൽ വരെ നീളുന്ന ഈ മെട്രോ പാത തലസ്ഥാനത്തിൻ്റെ ജീവനാഡികളായ ടെക്നോ പാർക്കിൻ്റെ 3 ഘട്ടങ്ങൾ, അന്താരാഷ്ട്ര വിമാനത്താവളം, സെക്രട്ടേറിയറ്റ്, തമ്പാനൂരിലെ പ്രധാന ഗതാഗത ഹബ്ബുകൾ, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളെ അതിവേഗം ബന്ധിപ്പിക്കും. ഗതാഗത സാന്ദ്രതയും സാമ്പത്തിക ലാഭ സാധ്യതകളും സമഗ്രമായി പഠിച്ച ശേഷമാണ് ലൈറ്റ് മെട്രോ, മോണോ റെയിൽ ആശയങ്ങളെല്ലാം മാറ്റിവെച്ച് നഗരത്തിന് ഏറ്റവും അനുയോജ്യമായ മെട്രോ സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനമായത്. കൊച്ചി മെട്രോയുടെ ശില്പികളായ KMRL, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഈ സ്വപ്ന പദ്ധതിയും നടപ്പാക്കുക. മെട്രോയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന മേൽപ്പാലങ്ങൾ ഈ റൂട്ടിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രാഥമിക നടപടിയാണ്. മുൻപ് 11,560 കോടി രൂപയായി കണക്കാക്കിയിരുന്ന ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ ചെലവ് 11,000-നും 12,000 കോടി രൂപയ്ക്കും ഇടയിലായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിലയിരുത്തൽ. അടുത്ത 2 വർഷങ്ങൾ നിർണായകമാണ്. 2026 തുടക്കത്തോടെ KMRL DPR അഥവാ വിശദമായ പദ്ധതി റിപ്പോർട്ട് അന്തിമമാക്കും. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അന്തിമ ക്യാബിനറ്റ് അംഗീകാരത്തിനായി പദ്ധതി സമർപ്പിക്കും. പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് തുരങ്ക നിർമ്മാണവും എലിവേറ്റഡ് പാതകളും 2026 അവസാനത്തോടെയോ 2027 തുടക്കത്തിലോ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. തിരക്കേറിയ നിരത്തുകളും വികസിക്കുന്ന IT ഹബ്ബുകളും വികസിച്ചു വരുന്ന നഗരപരിധിയുമുള്ള തലസ്ഥാനത്തിന് ഈ മെട്രോ ഒരു പുതിയ ഗതാഗത മാർഗം മാത്രമല്ല, അത് തിരുവനന്തപുരത്തിൻ്റെ നാളത്തെ ഭാവിക്കായുള്ള പുതിയൊരു വാഗ്ദാനം കൂടിയാണ്. പ്രധാനമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി. ഹരിയാനയിൽ 25 ലക്ഷം വ്യാജ വോട്ടുകളെന്ന് കോൺഗ്രസ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാജ്യത്ത് രാഷ്ട്രീയ കോളിളക്കം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ന്യൂഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർ ചേർന്ന് തെരഞ്ഞെടുപ്പുകൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാന ആരോപണം 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടുകളിൽ ഏതാണ്ട് 8-1, അതായത് 25 ലക്ഷത്തോളം വോട്ടുകൾ വ്യാജമോ കൃത്രിമം കാണിച്ചതോ ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. തൻ്റെ ആരോപണങ്ങൾക്ക് ശക്തി പകരാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ ഡേറ്റയിൽ നിന്നുള്ള തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടു. ഒരു സ്ത്രീയുടെ ഫോട്ടോ വോട്ടർ പട്ടികയിൽ 223 തവണ ആവർത്തിച്ചു വന്നതിൻ്റെയും ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഉപയോഗിച്ച് 1-ലധികം പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെയും അവിശ്വസനീയമായ ഉദാഹരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ പോരാട്ടത്തെ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ഒരു തലമുറയുടെ യുദ്ധമായിട്ടാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നത്. കോൺഗ്രസ് ഉടൻ തന്നെ H-ഫയൽസ് എന്ന പേരിൽ ഒരു വിശദമായ ഡോസിയർ പുറത്തിറക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. യുവജനങ്ങളെ, പ്രത്യേകിച്ച് ജെൻ സി വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. സത്യം നിങ്ങൾ സ്വയം കാണുക എന്ന ശക്തമായ സന്ദേശമാണ് അദ്ദേഹം യുവജനങ്ങൾക്ക് നൽകുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ ആരോപണങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. ഇതേ വോട്ട് മോഷണ സംവിധാനങ്ങൾ ബീഹാറിലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ ഉടനടി തള്ളിക്കളഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും വോട്ടർ പട്ടിക പരിഷ്കരിച്ച സമയത്ത്
കോൺഗ്രസ് ഏജന്റുമാർ ഔദ്യോഗികമായ ഒരു പരാതിയും ഉന്നയിച്ചിരുന്നില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. അതേസമയം BJP ഈ വെളിപ്പെടുത്തലുകളെ അടിസ്ഥാനരഹിതമായ നാടകം എന്ന് പറഞ്ഞ് തള്ളി. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശ്രദ്ധ തിരിക്കാനും ജനങ്ങളിൽ അവിശ്വാസം വളർത്താനുമുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നാണ്. ഈ ആരോപണങ്ങൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയിലും വിശ്വാസ്യതയിലും നേരിട്ട് പ്രഹരമേൽപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള സ്ഥാപനങ്ങളിലുള്ള ജനവിശ്വാസത്തെ അത് ചോദ്യം ചെയ്യുന്നു. കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഈ യുവജന കേന്ദ്രീകൃതമായ ആശയവിനിമയ തന്ത്രം ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് ക്രെഡിബിലിറ്റിയെ ഒരു സാധാരണ രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് നേരിട്ടിട്ടുള്ള പ്രതിസന്ധിയായി അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പൊതുജനാരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് അഭിമാനം കൊണ്ടിരുന്ന കേരളത്തിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ വാരം നാം കേട്ടത്. അടിയന്തര ചികിത്സ തേടിയെത്തിയ ഒരു രോഗിക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ മരണം സംഭവിച്ചു എന്ന ഗുരുതരമായ ആരോപണം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു. കൊല്ലം സ്വദേശിയായ 48 വയസ്സുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ വേണുവിനാണ് ദാരുണമായ അന്ത്യമുണ്ടായത്. അടിയന്തര ഹൃദയ ചികിത്സയ്ക്കായി നവംബർ 1 കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സമയബന്ധിതമായി ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം പറയുന്നു. ബുധനാഴ്ച രാത്രി നെഞ്ചുവേദന വർദ്ധിക്കുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. വേണുവിൻ്റെ ആരോഗ്യനില മോശമായിട്ടും ഗുരുതരാവസ്ഥ പരിഗണിക്കാതെ കിടക്ക ലഭ്യമല്ല എന്ന കാരണം പറഞ്ഞ് വാർഡിലെ തറയിൽ തുണി വിരിച്ച് കിടത്തുകയായിരുന്നു എന്ന് ഭാര്യ ആരോപിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തെ വീണ്ടും ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യാനും കാത്തിരിക്കാനുമാണ് ആശുപത്രി ജീവനക്കാർ നിർദ്ദേശിച്ചതെന്നും കുടുംബം പറയുന്നു. എന്നാൽ ചികിത്സാ പിഴവ് ആരോപണങ്ങളെ ആശുപത്രി അധികൃതർ പൂർണ്ണമായും നിഷേധിച്ചു. ഹൃദയാഘാതം സംഭവിച്ച് ഏകദേശം 24 മണിക്കൂർ വൈകിയാണ് വേണു ആശുപത്രിയിൽ എത്തിയത്. പ്രമേഹം, രക്തസമ്മർദ്ദം, വൃക്കരോഗങ്ങൾ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതകൾ ഉള്ളതിനാൽ ആ ഘട്ടത്തിൽ ആൻജിയോഗ്രാം ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്ന വിലയിരുത്തലിൽ കട്ട പിടിച്ച രക്തം ലയിപ്പിക്കുന്നതിനുള്ള മരുന്നാണ് നൽകിയതെന്നാണ് അവരുടെ വിശദീകരണം. സംഭവം വിവാദമായതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിഷയത്തിൽ ഇടപെട്ടു. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനോട് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മെഡിക്കൽ കോളേജിലെ മുതിർന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആശുപത്രിയുടെ അവസ്ഥയെ പരസ്യമായി വിമർശിച്ചു. ഒരു രോഗിയെ തറയിൽ കിടത്തി ചികിത്സിക്കുന്നത് സംസ്കാരമില്ലാത്ത നടപടിയാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. 1986 ജോലിയിൽ പ്രവേശിച്ച കാലത്തേക്കാൾ കൂടുതൽ രോഗികൾ നിലത്ത് കിടക്കേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സംഭവം നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഒരു തീവ്രമായ ചോദ്യമുയർത്തുന്നു. ആരോഗ്യ സൂചികകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അടിയന്തര ചികിത്സയ്ക്കായി എത്തുന്ന രോഗിക്ക് ആവശ്യമായ ചികിത്സാ നടപടിക്രമങ്ങൾ ഇല്ലാതെ 5 ദിവസം കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? കിടക്കകളുടെ ലഭ്യത, കൃത്യസമയത്തുള്ള വിദഗ്ധ ചികിത്സാ ഇടപെടലുകൾ, കൂടാതെ വലിയ മെഡിക്കൽ കോളേജുകൾക്ക് അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അപര്യാപ്തമായ ശേഷി എന്നീ വിഷയങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. വേണുവിൻ്റെ മരണം ഒരു വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം നമ്മുടെ പൊതു സംവിധാനത്തിൻ്റെ വീഴ്ചയാണ് തുറന്നു കാട്ടുന്നത്. സുപ്രധാനത്തിൽ ഇനി നാം ചർച്ച ചെയ്യുന്നത് തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വാർത്തയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നടൻ വിജയിയെ പ്രഖ്യാപിച്ചു. സഖ്യ തീരുമാനങ്ങളിൽ പൂർണ്ണ അധികാരം നൽകി പാർട്ടി തമിഴ് രാഷ്ട്രീയം മാറുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴക വെട്രി കഴകം അഥവാ TVK പാർട്ടിയുടെ തലവൻ, നടനും രാഷ്ട്രീയ നേതാവുമായ വിജയിയെ ഔദ്യോഗികമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മഹാബലിപുരത്ത് ചേർന്ന പാർട്ടിയുടെ പ്രത്യേക ജനറൽ കൗൺസിൽ യോഗമാണ് ഈ നിർണായക തീരുമാനമെടുത്തത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സഖ്യങ്ങളെക്കുറിച്ച് അന്തിമ തീരുമാനം എടുക്കാനുള്ള
സമ്പൂർണ്ണാധികാരം പാർട്ടി അധ്യക്ഷൻ നൽകിക്കൊണ്ടുള്ള പ്രമേയവും പാസാക്കി. വിജയ് 2024 സ്ഥാപിച്ച TVKയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വഴിത്തിരിവാണ്. ഭരണത്തിലിരിക്കുന്ന DMK സർക്കാരിന് ഒരു നേരിട്ടുള്ള വെല്ലുവിളിയായി TVK സ്വയം സ്ഥാനമുറപ്പിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ. 2026 മത്സരം പ്രാഥമികമായി TVKയും DMK നേതൃത്വത്തിലുള്ള സർക്കാരും തമ്മിലായിരിക്കുമെന്ന് പ്രമേയം വ്യക്തമാക്കുന്നു. കൂടാതെ ഭാവിയിൽ ഏതെങ്കിലും സഖ്യം രൂപീകരിച്ചാൽ അത് TVKയുടെ നേതൃത്വത്തിൽ മാത്രമായിരിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. AIADMK, BJP പോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് TVK ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒരു സിനിമ ഐക്കൺ എന്ന നിലയിൽ നിന്ന് മുഴുനീള രാഷ്ട്രീയ എതിരാളിയായി വിജയ് ഉയർത്തപ്പെടുന്നു. താരപ്രഭാവവും രാഷ്ട്രീയ അഭിലാഷവും ഒന്നിച്ചു ചേരുന്ന തമിഴ് രാഷ്ട്രീയത്തിലെ മറ്റൊരു യുഗം കൂടിയാണ് ഇത്. വിജയ് ഇപ്പോൾ TVKയുടെ പ്രധാന മുഖമായി മാറിയതോടെ വരും മാസങ്ങളിൽ പാർട്ടിയുടെ വിശദമായ പ്രചാരണ തന്ത്രങ്ങളും സംഘടനാപരമായ നീക്കങ്ങളും നാം പ്രതീക്ഷിക്കണം. ഈ പ്രഖ്യാപനം സംസ്ഥാന രാഷ്ട്രീയ ഭൂമികയെ പുനർരൂപകൽപ്പന ചെയ്യുകയും 2026 തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തമിഴ്നാടിൻ്റെ നേതൃത്വത്തിനായുള്ള പോരാട്ടത്തിന് ചൂട് പിടിപ്പിക്കുമെന്നും ഉറപ്പാണ്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ പൊതുരംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന കടുത്ത സമ്മർദ്ദങ്ങളുടെ നേർചിത്രമാണ് ഈ ആഴ്ച തമിഴ് മലയാള സിനിമാ മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. 96, മാർഗംകളി തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടി ഗൗരി കിഷൻ തൻ്റെ പുതിയ തമിഴ് ചിത്രമായ അതേഴ്സിൻ്റെ പ്രസ് മീറ്റിങ്ങിനിടയിലുണ്ടായ ഒരു അത്യന്തം മോശമായ അനുഭവത്തെ തുടർന്ന് വാർത്താ തലക്കെട്ടുകളിൽ ഇടം നേടി. പ്രസ് മീറ്റിനിടെ യൂട്യൂബറും മാധ്യമപ്രവർത്തകനുമായ RS കാർത്തിക് ഗൗരിയുടെ സഹതാരത്തോട് സിനിമയിലെ ഒരു രംഗത്തിൽ താരത്തെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരിയുടെ ശരീരഭാരം എത്രയാണെന്ന് പരസ്യമായി ചോദിച്ചു. ഈ ചോദ്യം ഗൗരിയെ വ്യക്തമായും അസ്വസ്ഥയാക്കി. ശക്തമായ പ്രതികരണമാണ് താരം നൽകിയത്. എൻ്റെ ശരീരഭാരം താങ്കളെ എന്തിന് ആശങ്കപ്പെടുത്തണം? ഈ സിനിമയുമായി അതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അവർ ചോദിച്ചു. തുടർന്ന് ഓരോ സ്ത്രീക്കും അവരുടേതായ ശരീരപ്രകൃതമുണ്ട്, എൻ്റെ കഴിവുകൾ മാത്രം സംസാരിക്കട്ടെ എന്നും അവർ കൂട്ടിച്ചേർത്തു. സിനിമ സാമൂഹിക മേഖലയിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധത്തിന് ഈ സംഭവം കാരണമായി. സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷൻ, നടികർ സംഘം ഇതിനെ അങ്ങേയറ്റം ഖേദകരവും മാധ്യമപ്രവർത്തനത്തിൻ്റെ മറവിലുള്ള പരിഹാസവുമാണ് എന്ന് വിശേഷിപ്പിച്ചു. മലയാളത്തിൽ നിന്ന് അമ്മ സംഘടനയും താരങ്ങളായ പാർവതി തിരുവോത്ത്, രജിഷ വിജയൻ തുടങ്ങിയവരും ഗൗരിക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു. പൊതുരംഗത്തുള്ള വ്യക്തി എന്ന നിലയിൽ സൂക്ഷ്മ പരിശോധനകൾ ഉണ്ടാവാമെങ്കിലും ഒരാളുടെ ശരീരത്തെയോ രൂപത്തെയോ ലക്ഷ്യമിട്ടുള്ള ചോദ്യങ്ങൾ ഒരു സാഹചര്യത്തിലും അനുവദനീയമല്ല എന്ന് ഗൗരി തൻ്റെ പ്രസ്താവനയിൽ ആവർത്തിച്ചു പറഞ്ഞു. ഒരു പുരുഷ നടനോട് ഇതേ ചോദ്യം ഇതേ സ്വരത്തിൽ നിങ്ങൾ ചോദിക്കുമോ എന്ന അവരുടെ ചോദ്യം ലിംഗവിവേചനത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ഈ സംഭവം ഒരു വ്യക്തിക്ക് നേരിട്ട വിഷമകരമായ അനുഭവം എന്നതിലുപരി മാധ്യമ ഇടപെടലുകളിലെ തുടരുന്ന ലിംഗവിവേചനത്തെയാണ് തുറന്നു കാട്ടുന്നത്. തമാശയുടെയോ ലഘുവായ ചോദ്യങ്ങളുടെയോ രൂപത്തിൽ മാധ്യമ പ്രവർത്തനം അതിരുകൾ ലംഘിച്ച് എങ്ങനെ ഉപദ്രവമായി മാറുന്നു എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. TV ന്യൂസ് ചാനലുകളിൽ TRP ആയിരുന്നു കണ്ടന്റ് ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ വൈറാലിറ്റിയാണ് ഓൺലൈൻ ട്യൂബ് ചാനലുകളുടെ ചോദ്യങ്ങളുടെ ലക്ഷ്യം. ഞാൻ സുഷമ. ഇന്നത്തെ വാർത്താ സുപ്രധാനം അവസാനിക്കുന്നു. ശ്രദ്ധിച്ചതിനും നിങ്ങളുടെ സമയം നൽകി ശ്രവിച്ചതിനും നന്ദി.